പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6 ഞായർ. പ്രധാന വാർത്തകൾ. എയർ ഇന്ത്യ എക്സ്പ്രസ് മെയ് 1 മുതൽ റാസൽ ഖൈമയിൽ നിന്ന് കണ്ണൂരിലേക്കും 2 മുതൽ ലക്നൌവിലേക്കും പുതിയ സർവീസ് ആരംഭിക്കുന്നു. അബുദാബിയിൽ നിന്ന് കണ്ണൂർ, കൊച്ചി, മുംബൈ സെക്ടറിലേക്ക് സർവീസ് വർദ്ധിപ്പിച്ചു. പുതുക്കിയ ഷെഡ്യൂൾ അനുസരിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബി ഇന്ത്യ സെക്ടറിലെ സർവീസുകളുടെ എണ്ണം ആഴ്ചയിൽ 31-ൽ നിന്ന് 43 ആയി വർദ്ധിക്കും. പുതിയ സർവീസുകൾ പ്രാബല്യത്തിൽ വന്നതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആഴ്ചയിൽ 2222 പേർക്ക് കൂടി യാത്ര ചെയ്യാം. ആഴ്ചയിൽ 7998 പേർക്ക് യാത്ര ചെയ്യാൻ അവസരമൊരുങ്ങും. നിലവിൽ 5776 പേർക്കാണ് അവസരം. കഴിഞ്ഞ മാസം അഴിമതി വിരുദ്ധ അതോറിറ്റി സൗദിയിൽ പിടികൂടിയത് 146 പേരെ. 239 പേർക്കെതിരെ അന്വേഷണം തുടരുകയാണെന്നും കൺട്രോൾ ആൻഡ് ആന്റി കറപ്ഷൻ കമ്മീഷൻ അറിയിച്ചു. ആഭ്യന്തരം, പ്രതിരോധം, ആരോഗ്യം, വിദ്യാഭ്യാസം, നീതിന്യായം, മുനിസിപ്പൽ ഗ്രാമകാര്യ ഭവനം എന്നീ മന്ത്രാലയങ്ങളിലെ ജീവനക്കാരാണ് അറസ്റ്റിലായത്. ഇവരെ വിചാരണയ്ക്ക് ഹാജരാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. സൗദിയിൽ നിന്ന് ഒമാനിലേക്കുള്ള യാത്രയ്ക്കിടെ മലയാളി കുടുംബം അപകടത്തിൽപ്പെട്ടു. ഒരാൾ മരിച്ചു. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഉമ്മന്നൂർ പഴിഞ്ഞം ബഥേൽ മന്ദിരം കോശി യേശുദാസ് 55 വയസ്സ് ആണ് മരിച്ചത്. കുടുംബസമേതം സൗദി അറേബ്യയിൽ നിന്നും റോഡ് മാർഗം സലാലയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് അപകടമുണ്ടായത്. രോഗബാധിതനായി റിയാദിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മലയാളി ഹൃദയാഘാതം മൂലം അന്തരിച്ചു. കോഴിക്കോട് ചീകിലോട് പൊയിൽ പടിക്കൽ വീട്ടിൽ റിയാസ് 45 വയസ്സാണ് മരിച്ചത്. ഭാര്യയും 2 മക്കളും സന്ദർശന വിസയിലെത്തി റിയാദിലുണ്ട്. പിതാവ് കോയ, മാതാവ് ആയിഷ, ഭാര്യ ബസി, മക്കൾ ഇഷ, ഫാത്തിമ, മുഹമ്മദ് റയ്യാൻ. 4ാമത് ഗൾഫ് ഫിലിം ഫെസ്റ്റിവലിന് റിയാദ് നഗരം ആതിഥേയത്വം വഹിക്കും. ഗൾഫ് സഹകരണ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെ ഫിലിം കമ്മീഷൻ സംഘടിപ്പിക്കുന്ന മേള ഏപ്രിൽ 14 മുതൽ 18 വരെ 5 ദിവസങ്ങളിലായി നടക്കും. ഇത് പ്രാദേശിക ചലച്ചിത്ര വ്യവസായത്തെ പിന്തുണയ്ക്കുകയും ആഗോളതലത്തിൽ കലാപരമായ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രാദേശിക ഗൾഫ് സിനിമാ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഫിലിം കമ്മീഷൻ ശ്രമങ്ങളുടെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ചടങ്ങുകൾക്ക് സാംസ്കാരിക മന്ത്രി അമീർ ബദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാൻ നേതൃത്വം നൽകും. ഗൾഫ് സിനിമയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖരെ ഫെസ്റ്റിവലിൽ ആദരിക്കും. പെരുന്നാൾ പിറ നിരീക്ഷിക്കാൻ സുപ്രീം കോടതി രാജ്യത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. ശവ്വാൽ പിറക്കുന്ന ചന്ദ്രക്കല മാനത്ത് തെളിയുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ടോ ദൂരദർശിനിയിലൂടെയോ കാണുന്ന ഏതൊരു വ്യക്തിയും തൊട്ടടുത്തുള്ള കോടതിയിൽ വിവരം അറിയിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്നും പെരുന്നാൾ പിറ ദൃശ്യമായ വിവരം കോടതി മുമ്പാകെ രേഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. സൗദിയിലും മിക്ക ഇതര ഗൾഫ് രാജ്യങ്ങളിലും ഇത്തവണത്തെ റംസാൻ വ്രതം മാർച്ച് 11-ന് ആയിരുന്നു ആരംഭിച്ചത്. തിങ്കളാഴ്ച ചന്ദ്രക്കല കാണാത്ത പക്ഷം ചൊവ്വാഴ്ച റംസാൻ 30 തികച്ച് ബുധനാഴ്ച ഈദുൽ ഫിത്തർ ആഘോഷിക്കും. ശവ്വാൽ പിറ കാണുന്നതോടെ 1 മാസം നീണ്ട ഏറ്റവും അനുഗ്രഹദായകമായ റംസാൻ വ്രതന ദിനങ്ങൾക്ക് സമാപനം കുറിച്ച് രാജ്യമെങ്ങും പെരുന്നാൾ. ഫിത്തുർ സക്കാത്ത് പണമായി നൽകാൻ പറ്റില്ലെന്നും അത് പ്രവാചകന്റെയും അനുചരന്മാരുടെയും ചര്യകൾക്കെതിരാണെന്നും സൗദി ഉന്നത പണ്ഡിത സഭ മേധാവിയും ഗ്രാൻഡ് മുഫ്തിയുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് വ്യക്തമാക്കി. പ്രവാചകന്റെയും അനുചരന്മാരുടെയും കാലത്ത് ഭക്ഷണമാണ് ഫിത്തുർ സക്കാത്ത് ആയി നൽകിയിരുന്നത്. ഗോതമ്പ്, അരി, ഉണക്കമുന്തിരി, ധാന്യം തുടങ്ങിയ മനുഷ്യരുടെ ഭക്ഷണത്തിൽ നിന്നാണ് ഫിത്തുർ സക്കാത്ത് നൽകേണ്ടത്. റംസാനിലെ അവസാന ദിവസം സൂര്യാസ്തമ സമയത്ത് എവിടെയാണോ അവിടെയാണ് അത് നൽകേണ്ടത്. പെരുന്നാളിന് 1-2 ദിവസം മുമ്പ് സക്കാത്ത് നൽകാവുന്നതാണ്. റംസാൻ 28-നും 29-നും സക്കാത്ത് നൽകാം. പണം കൈമാറാൻ മാത്രമല്ല നിക്ഷേപിക്കാനും ഇനി UPI ഉപയോഗിക്കാം. കാർഡ് ഉപയോഗിക്കാതെ ATM-ൽ നിന്ന് പണം പിൻവലിക്കുന്നതോടൊപ്പം പണം നിക്ഷേപിക്കാനുള്ള സൗകര്യം കൂടിയാണ് അവതരിപ്പിച്ചത്. പണനയ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിനാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളിൽ UPI വഴി പണം നിക്ഷേപിക്കൽ എളുപ്പമാകും. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇതുവരെ പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞിരുന്നത്. UPI വഴി പണം പിൻവലിക്കുന്നതോടൊപ്പം നിക്ഷേപിക്കാനും ATM വഴി ഇനി കഴിയും. ബാങ്ക് ശാഖകളിലെ ജോലിഭാരം കുറയ്ക്കുന്നതോടൊപ്പം
ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വഴിയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും കൂടിയാണ് തീരുമാനം. UPIയുടെ ജനപ്രീതിയും സ്വകാര്യതയും കണക്കിലെടുക്കുമ്പോൾ കാർഡ് ഇല്ലാതെ പണം പിൻവലിക്കാനും നിക്ഷേപിക്കലും അക്കൗണ്ട് ഉടമകൾക്ക് സൗകര്യപ്രദമാകും. പെർമിറ്റ് ഇല്ലാതെ യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോയതിന് 648 പേരെ അറസ്റ്റ് ചെയ്തു. 582 കാറുകൾ പിടിച്ചെടുത്തതായും സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. റംദാൻ 17 മുതൽ 23 വരെയുള്ള കാലയളവിലാണ് ഇത്രയും വ്യാജ ടാക്സികൾ പിടികൂടിയത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അനുബന്ധ വകുപ്പുകളുടെയും സഹകരണത്തോടെ ഗതാഗത അതോറിറ്റി നടത്തുന്ന തീവ്ര നിരീക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണിത്. വിമാനത്താവളങ്ങളിൽ നിയമാനുസൃത ഗതാഗത സൗകര്യം യാത്രക്കാർക്ക് ഒരുക്കുക, അനധികൃത ടാക്സികളെ ഒഴിവാക്കുക, യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമെന്ന് അതോറിറ്റി വിശദീകരിച്ചു. വിമാനത്താവളങ്ങളിൽ ടാക്സി പെർമിറ്റില്ലാതെ യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങൾക്ക് 5000 റിയാൽ പിഴ ചുമത്തുമെന്ന് അതോറിറ്റി ആവർത്തിച്ചു വ്യക്തമാക്കി. വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും. മക്കയിൽ അൽ-മനാർ എന്ന പേരിൽ വൻ ഭവന പദ്ധതി നടപ്പാക്കുന്നു. മക്കയുടെ പടിഞ്ഞാറൻ കവാടത്തിൽ ജിദ്ദ നഗരവുമായി ബന്ധിപ്പിക്കുന്ന പഴയതും പുതിയതുമായ ഹൈവേകൾക്കിടയിലാണ് പദ്ധതി പ്രദേശം. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 25 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 17,000-ത്തിലധികം ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന 4149 ഭവന യൂണിറ്റുകൾ നിർമ്മിക്കും. ഹറമിൽ നിന്ന് 20 മിനിറ്റ് മാത്രം അകലെയും ജിദ്ദ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളത്തിൽ നിന്ന് 1 മണിക്കൂറിൽ താഴെയും ദൂരത്താണിത്. ഇതോടുകൂടി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.